വാട്ട് ഫോ വാട്ട് പോ എന്നും അറിയപ്പെടുന്നു. തായ്ലൻഡിലെ ബാങ്കോക്കിലെ ഫ്രാൻ അക്കോൺ ജില്ലയിലെ ഒരു ബുദ്ധക്ഷേത്ര സമുച്ചയമാണ്. ഗ്രാൻഡ് പാലസിന് നേരെ തെക്ക് രത്തനക്കോസിൻ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചാരിയിരിക്കുന്ന ബുദ്ധന്റെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഇതിന്റെ ഔദ്യോഗിക നാമം വാട്ട് ഫ്രച്ചേറ്റ് ഫോൺ വിമോൻ മംഗലറാം രാജ്വര മഹാവിഹാൻ എന്നാണ്. സാധാരണയായി അറിയപ്പെടുന്ന പേര് വാട്ട് ഫോ അതിന്റെ പഴയ പേരായ വാട്ട് ഫോതാരം എന്നതിന്റെ ചുരുക്കമാണ്. 1ാം ക്ലാസ് രാജകീയ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡുള്ളതായി തരംതിരിച്ചിരിക്കുന്ന തായ്ലൻഡിലെ 6 ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഈ ക്ഷേത്രം ഒന്നാമതാണ്. മുൻകാല ക്ഷേത്രസ്ഥലത്ത് ക്ഷേത്ര സമുച്ചയം പുനർനിർമ്മിച്ച രാജാവായ രാമ ഒന്നാമനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ പ്രധാന ക്ഷേത്രമായി മാറി. അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തിൽ ചിലത് ഇവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നീട് രാമ മൂന്നാമൻ ക്ഷേത്രം വികസിപ്പിക്കുകയും വിപുലമായി നവീകരിക്കുകയും ചെയ്തു. 46 മീറ്റർ നീളമുള്ള 151 അടി കൂറ്റൻ ശയിക്കുന്ന ബുദ്ധൻ ഉൾപ്പെടെ തായ്ലൻഡിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമകളുടെ ശേഖരം ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. തായ്ലൻഡിലെ ആദ്യകാല പൊതുവിദ്യാഭ്യാസ കേന്ദ്രമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. പൊതുജന നിർദ്ദേശങ്ങൾക്കായി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രീകരണങ്ങളും ലിഖിതങ്ങളും യുനെസ്കോയുടെ ലോക മെമ്മറി പ്രോഗ്രാമിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തായ് വൈദ്യശാസ്ത്ര വിദ്യാലയമുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൽ ഇപ്പോഴും പഠിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന പരമ്പരാഗത തായ് മസാജിന്റെ ജന്മസ്ഥലമെന്നും ഇത് അറിയപ്പെടുന്നു. ബാങ്കോക്കിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് വാട്ട് ഫോ. രാമ ഒന്നാമൻ രാജാവ് ബാങ്കോക്ക് തലസ്ഥാനമാക്കുന്നതിനു മുമ്പ് ഇത് നിലനിന്നിരുന്നു. വാട്ട് ഫോ താരം അല്ലെങ്കിൽ പോതാരം എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. അതിൽ നിന്നാണ് വാട്ട് ഫോ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ബുദ്ധൻ ജ്ഞാനോദയം നേടിയതായി വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യയിലെ ബോധഗയയിലെ ബോധിവൃക്ഷത്തിന്റെ ആശ്രമത്തെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. പഴയ ക്ഷേത്രത്തിന്റെ നിർമ്മാണ തീയതിയും അതിന്റെ സ്ഥാപകനും അറിയില്ല. ഇത് അയുത്തയ കാലഘട്ടത്തിൽ എപ്പോഴോ നിർമ്മിച്ചതാണ്. പക്ഷേ ഫെട്രാച്ച രാജാവിന്റെ 1688 മുതൽ 1703 വരെ ഭരണകാലത്ത് നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്തതായി പറയപ്പെടുന്നു. 1688 ബാങ്കോക്ക് ഉപരോധത്തിനു ശേഷം ഫെട്രാച്ച രാജാവ് പൊളിച്ചുമാറ്റിയ ഒരു ഫ്രഞ്ച് സ്റ്റാർ കോട്ടയുടെ ഒരു ഭാഗം വാട്ട് ഫോയുടെ തെക്കൻ ഭാഗത്ത് കൈവശപ്പെടുത്തിയിരുന്നു. 1767 അയുത്തയ ബർമ്മക്കാരുടെ കൈകളിലേക്ക് പതിച്ചതിനുശേഷം രാജാവ് തക്സിൻ തലസ്ഥാനം തോൺബുരിയിലേക്ക് മാറ്റി. അവിടെ അദ്ദേഹം വാട്ട് ഫോയിൽ നിന്ന് ചാവോ ഫ്രായ നദിയുടെ എതിർവശത്ത് വാട്ടറിനടുത്തായി തന്റെ കൊട്ടാരം സ്ഥാപിച്ചു. ഈ രാജകൊട്ടാരത്തോടുള്ള വാട്ട് ഫോയുടെ സാമീപ്യം അതിനെ വാട്ട് ലുവാങ് രാജകീയ ആശ്രമം എന്ന പദവിയിലേക്ക് ഉയർത്തി. ഇന്നുവരെ രാജകീയ ആശ്രമ സമിതിയാണ് ഇത് ഭരിക്കുന്നത്. ബാങ്കോക്കിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ വാട്സുകളിലൊന്നാണ് വാട്ട് ഫോ 50 റായ് അഥവാ 80,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഇത്. 1000-ലധികം ബുദ്ധപ്രതിമകളും 46 മീറ്റർ 151 അടി നീളമുള്ള ഏറ്റവും വലിയ ഒറ്റ ബുദ്ധപ്രതിമകളിലൊന്നും ഇവിടെയുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ചെതുഫോൺ റോഡ് 2ആയി വിഭജിക്കുന്ന 2 ചുവരുകളുള്ള സംയുക്തങ്ങളാണ് വാട്ട് ഫോ സമുച്ചയത്തിലുള്ളത്. വലിയ വടക്കൻ ചുവരുകളുള്ള കോമ്പൗണ്ടായ ഫുത്താവത്ത് സന്ദർശകർക്ക് തുറന്നിരിക്കുന്നു. കൂടാതെ ബുദ്ധന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കെട്ടിടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതിൽ 4 ദിശകളുള്ള വിഹാറിനുള്ള ബോട്ടും ചാരിയിരിക്കുന്ന ബുദ്ധനെ ഉൾക്കൊള്ളുന്ന ക്ഷേത്രവും ഉൾപ്പെടുന്നു. തെക്കൻ കോമ്പൗണ്ടായ ശംഖാവത്തിൽ സന്യാസിമാരുടെ താമസ സ്ഥലങ്ങളും ഒരു സ്കൂളും അടങ്ങിയിരിക്കുന്നു. പ്രധാന ക്ഷേത്ര സമുച്ചയത്തിന്റെ ചുറ്റളവ് ഭിത്തിയിൽ 16 കവാടങ്ങളുണ്ട്. അവയിൽ 2 പൊതുജനങ്ങൾക്കുള്ള പ്രവേശന കവാടങ്ങളായി വർത്തിക്കുന്നു. ഒന്ന് ചെതുഫോൺ റോഡിലും മറ്റൊന്ന് വടക്ക് പടിഞ്ഞാറൻ കോണിലും. വാട്ട് ഫോ എന്ന കവാടത്തിനടുത്തുള്ള ചൈനീസ് കാവൽക്കാരൻ രൂപം. ക്ഷേത്രാങ്കണത്തിൽ 4 വലിയ ചെടികൾ, 91 ചെറിയ ചെടികൾ, 2 മണിമാലികകൾ, ഒരു ബോട്ട്, മധ്യദേവാലയം, നിരവധി വിഹാരങ്ങൾ,
ഹാളുകൾ, പവലിയനുകൾ പോലുള്ള വിവിധ കെട്ടിടങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഒരു ചെറിയ ക്ഷേത്ര മ്യൂസിയം എന്നിവയുണ്ട്. വാസ്തുവിദ്യാപരമായി സമുച്ചയത്തിലെ ചെടികളും കെട്ടിടങ്ങളും ശൈലിയിലും വലുപ്പത്തിലും വ്യത്യസ്തമാണ്. യൂറോപ്യന്മാരെ ചിത്രീകരിക്കുന്ന നിരവധി വലിയ ചൈനീസ് പ്രതിമകൾ ചുറ്റളവ് മതിലുകളുടെ കവാടങ്ങൾക്കും കോമ്പൗണ്ടിലെ മറ്റ് കവാടങ്ങൾക്കും കാവൽ നിൽക്കുന്ന സമുച്ചയത്തിൽ കാണപ്പെടുന്നു. ചൈനയുമായി വ്യാപാരം നടത്തുന്ന കപ്പലുകളിൽ ബാലസ്റ്റായി ഈ ശിലാപ്രതിമകൾ ആദ്യം ഇറക്കുമതി ചെയ്തതാണ്.